പുതപ്പ് കട്ട പ്രവാചകൻ എന്ന് ഞാനൊരു ഖുർആൻ ക്ലാസ്സിൻ്റെ വീഡിയോയ്ക്ക് ടൈറ്റിൽ കൊടുത്തിരുന്നു, തമ്പനയിൽ കൊടുത്തിരുന്നു. ആ തമ്പനയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഞാൻ നുണ പറഞ്ഞു എന്നും പറഞ്ഞ് ഒരു വീഡിയോ നമ്മുടെ UA ടീമിൻ്റെ ചാനലിൽ കണ്ടു. പതിവ് പോലെ തന്നെ കുത്തിയിരുന്ന് നുണ പറയുക. നമ്മളുടെ വീഡിയോ അത് പൂർണ്ണമായിട്ടും കേട്ട ഒരാൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ പൊരുൾ എന്താണ് എന്ന് വ്യക്തമായിട്ടും മനസ്സിലാവും. അതിൽ നിന്ന് കഷ്ണം മുറിച്ചിട്ട് ഞാൻ നുണ പറഞ്ഞു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇവർ ആ കഷ്ണം മുറിക്കലിൽ ഒരുപാട് തരികിട നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്നും എന്തായാലും തിരുത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുൻകൂർ ജാമ്യം. കാരണം തിരുത്തേണ്ടതായിട്ടൊന്നും ഇല്ല എന്നും ഞങ്ങൾ നുണ പറയുകയാണെന്നുള്ള ഉത്തമ ബോധ്യം പറയുന്നവർക്ക് തന്നെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് തിരുത്തുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കസർത്തുന്നത്. ഇവരെ മറുപടി പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശ്യം നമുക്കില്ല. അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഉറക്കം നടിച്ച് കിടക്കുന്നവരെ നമുക്ക് വിളിച്ചുണർത്താൻ കഴിയില്ല. ഇവർ കള്ളത്തരങ്ങൾ മാത്രമാണ് കുത്തിയിരുന്ന് ചെയ്യുന്നത്. കാരണം ഇവരുടെ മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ള കള്ളത്തരങ്ങൾ, അവർ ഈ പ്രവാചകൻ്റെ കള്ളത്തരങ്ങളിൽ നിന്ന്, ഇസ്ലാമിൻ്റെ കള്ളത്തരങ്ങളിൽ നിന്ന് പഠിച്ച് പരിശീലിച്ചിട്ടുള്ള കള്ളത്തരങ്ങൾ അത് തന്നെയാണ് ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധത എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, സ്വന്തം മനസ്സാക്ഷിയോട് യാതൊരു ഉളുപ്പുമില്ലാതെ വഞ്ചന കാണിക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും. ഈ മതം വിറ്റ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന കച്ചവട സംഘങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് ഒരു തരത്തിലുള്ള സത്യസന്ധതയും പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഇവിടെ ഞാൻ കള്ളനാണ്, ഞാൻ കള്ളം പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി ഇവർ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ എൻ്റെ വീഡിയോയിൽ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ വിശദീകരണങ്ങളും മറുപടികളും ഉണ്ട്. എന്തായാലും എനിക്ക് ഇവരോട് ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്. കാരണം എൻ്റെ തമ്പനയിൽ കാണിച്ചുകൊണ്ട് എൻ്റെ ഒരു ഖുർആൻ ക്ലാസ്സിന് ഇവർ മറുപടി എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തത് നന്നായി. കാരണം അങ്ങനെ ഒരു തമ്പനയിൽ ഞാൻ ചെയ്ത വീഡിയോ അത് മുഖേന ഏതെങ്കിലും വിശ്വാസികൾ വന്ന് നോക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് നല്ലതാണ്. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റുകൾ ഇട്ടുകൊണ്ട് ഇതിന് മറുപടിയോട് പ്രതികരിക്കണമെന്ന് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാനിതിനോട് പ്രതികരിക്കുന്നത്. അതല്ലാതെ ഇവർക്ക് എന്തെങ്കിലും കാര്യം ബോധ്യപ്പെടും എന്നതുകൊണ്ടല്ല. പ്രവാചകൻ പുതപ്പ് കട്ടു എന്നത് ഞാൻ പറഞ്ഞ നുണയല്ല. പ്രവാചകൻ പുതപ്പ് കട്ടു എന്ന് പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ തന്നെ ആരോപിച്ചു എന്ന് ഖുർആൻ്റെ തഫ്സീറുകളിൽ ഹദീസുകളുടെ രൂപത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഞാൻ അവിടെ കാണിച്ചു. ഖുർആനിലെ 3-ാം അധ്യായത്തിലെ 161-ാമത്തെ വാക്യം വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് പുതപ്പ് കട്ടു എന്ന ആരോപണത്തെക്കുറിച്ച് പറഞ്ഞത്. ആ വാക്യം ഇങ്ങനെയാണ്: ഒരു പ്രവാചകനും വഞ്ചിച്ചെടുക്കൽ പാടില്ലാത്തതാണ്. ആര് വഞ്ചിച്ചെടുക്കുന്നുവോ അവൻ താൻ വഞ്ചിച്ചെടുത്തതുമായി ഖിയാമത്ത് നാളിൽ വരുന്നതാണ്. പിന്നീട് എല്ലാ വ്യക്തികളും സമ്പാദിച്ചു വെച്ചത് അതിന് നിറവേറ്റിക്കൊടുക്കപ്പെടും. അവരാകട്ടെ ആക്രമിക്കപ്പെടുകയില്ലതാനും. ഇതാണ് ആയത്ത്. ഈ ആയത്തിൻ്റെ സന്ദർഭം വിശദീകരിക്കുമ്പോഴാണ് പ്രവാചകൻ പുതപ്പ് കട്ടതാണ് സന്ദർഭം എന്ന് സഹാബികൾ ആരോപിച്ചതായി മുഫസ്സിറുകൾ എഴുതി വച്ചിട്ടുള്ളത്. സബബുൻ നുസൂൽ എഴുതി വെച്ച വാഹിദിയുടെ തഫ്സീറിൽ നിന്നാണ് ഞാൻ അവിടെ തെളിവ് കാണിച്ചത്. അതിനകത്ത് 2-3 സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലാദ്യം ഉദ്ധരിച്ച കാര്യമാണ് പുതപ്പ് കട്ട കാര്യം. പിന്നീട് ഉദ്ധരിക്കുന്നത് ബദർ യുദ്ധത്തിൽ മുഹമ്മദ് ഗനീമത്തിൻ്റെ കാര്യത്തിൽ അനുയായികളെ വഞ്ചിച്ച സന്ദർഭമാണ്. അതിനെക്കുറിച്ച് ഇനിയും അങ്ങനെ നമ്മൾ വഞ്ചിക്കപ്പെടുമോ എന്ന് ഉഹുദ് യുദ്ധത്തിൽ ആളുകൾ ആശങ്കിച്ചുവെന്നും ആ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഗനീമത്ത് വാരിക്കൂട്ടാൻ ആക്രാന്തം കാണിച്ച് മുഹമ്മദിനെയൊക്കെ ഇട്ടെറിഞ്ഞു പോയത് എന്നും അതുകൊണ്ടാണ് ഉഹുദ് യുദ്ധം പരാജയപ്പെട്ടത് എന്നൊക്കെ പറയുന്ന വിശദീകരണങ്ങളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ മുഹമ്മദ് ബദർ യുദ്ധത്തിൽ ഗനീമത്ത് അഥവാ കൊള്ള മുതലിൻ്റെ കാര്യത്തിൽ പലതരത്തിലുള്ള ചതി പ്രയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ ആ സന്ദർഭങ്ങളിലൊക്കെ വളരെ വിശദമായിട്ട് ഖുർആൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ആദ്യം ബദർ യുദ്ധത്തിൽ ആളുകളെ ഇറക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയിട്ട് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാളുടെ ഗനീമത്ത്, അതായത് അയാളുടെ ശരീരത്തിലുള്ള പടയങ്കിയും അയാളുടെ വാളും അയാളുടെ അണ്ടർവെയറും അയാളുടെ വസ്ത്രങ്ങളും അയാളുടെ ശരീരത്തിലുള്ള എല്ലാ സാധനങ്ങളും ആ കൊന്നവർക്കുള്ളതാണ്. നിങ്ങൾ 10 ആളെ കൊന്നാൽ ആ 10 ആളുടെയും ശരീരത്തിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ സ്വത്തും നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊലക്കളത്തിലേക്ക്, യുദ്ധക്കളത്തിലേക്ക് അനുയായികളെ പറഞ്ഞു വിടുന്നത്.
അപ്പോൾ കിട്ടിയത് എന്ന ആവേശത്തിൽ അവിടെ പോയിട്ട് കുറേ ആളുകളെ കൊന്നു. അങ്ങനെ കൊന്ന ആളുകളുടെ കൈവശമുണ്ടായിരുന്ന വാളും പടയങ്കിയും അവരുടെ വസ്ത്രങ്ങളും ഒക്കെ ഊരിയെടുത്തുകൊണ്ട് ഇവർ മുഹമ്മദ് ആദ്യം വാഗ്ദാനം ചെയ്തതനുസരിച്ച് ഈ സ്വത്തും കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല, എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവരി എന്ന് പറഞ്ഞിട്ട് അത് കൂട്ടിവെക്കാൻ പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ചതി. എന്നിട്ട് മുഹമ്മദ് ആയത്തിറക്കിയിട്ട് പറഞ്ഞ് യുദ്ധത്തിലെ മുതലൊന്നൊക്കെ അള്ളാഹ്ക്കും റസൂലിനുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മുതൽ മുഴുവൻ ആരതായി മാറി? അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആയി. അള്ളാഹ് എന്ന് പറയുന്നത് റസൂൽ അറിയുന്നത് ഒരാൾ തന്നെയാണ്. അള്ളാഹ്ക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ അള്ളാഹ്ക്ക് ഈ പാവപ്പെട്ട അറബികളുടെ പടയങ്കിയും വാളും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം മണ്ടർവേറൊന്നും ആവശ്യമില്ലല്ലോ. പ്രപഞ്ചം മുഴുവൻ അള്ളാഹിൻ്റെയാണ്. അപ്പോൾ അള്ളാഹ് എന്ന് പറയുന്നത് മുഹമ്മദാണ്. മുഹമ്മദിന് കിട്ടാൻ വേണ്ടി മുഹമ്മദ് ഈ ആയത്തിറക്കാണ്. അങ്ങനെ ആയത്തിറക്കി കൂട്ടി വെച്ച സാധനത്തിൽ നിന്ന് പിന്നെ മുഹമ്മദ് സ്വന്തം ഇഷ്ടപ്രകാരം, അതായത് എൻ്റേതാണ് എന്ന് സ്ഥാപിച്ചതിന് ശേഷം നിങ്ങൾക്ക് തുല്യമായി അവകാശപ്പെട്ടതല്ല യോദ്ധാക്കൾക്ക് കിട്ടിയവർക്ക് എന്ന് ആദ്യം പറഞ്ഞ വാഗ്ദാനം അനുസരിച്ച് അവർക്കും അവകാശപ്പെട്ടതല്ല, ഇതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് സ്ഥാപിച്ചതിന് ശേഷം ഞാൻ ഇനി എൻ്റെ ഇഷ്ടമനുസരിച്ച് വിതരണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇഷ്ടമനുസരിച്ച് വിതരണം ചെയ്തു. ഇതാണ് ബദർ യുദ്ധത്തിൽ മുഹമ്മദ് ചെയ്തത്. അങ്ങനെ വിതരണം ചെയ്യാൻ വേണ്ടി കൂട്ടിവെച്ച ഗനീമത്തിൽ നിന്ന് ഒരു ചുവന്ന വെൽവെറ്റ് തുണി കാണാനുണ്ടായിരുന്നില്ല അത് വീതം വയ്ക്കുന്ന സമയത്ത്. അപ്പോൾ അത് മൂപ്പര് തന്നെ എടുത്തിട്ടുണ്ടാവും എന്ന് സം പീപ്പിൾ സെഡ് എന്നാണ് വാഹിദിയുടെ തഫ്സീറിൽ ആദ്യം എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു അത് മൂപ്പര് തന്നെ എടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഇത് മുഹമ്മദ് കേട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. ഒരു പ്രവാചകനും അങ്ങനെ വഞ്ചിച്ചെടുക്കൊന്നുമില്ല. ഇനി അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവിടുന്ന് ആ വഞ്ചിച്ചെടുത്ത സാധനം പെരടിയിൽ വെച്ചുകൊണ്ട് പരലോകത്ത് അവരെ ഞാൻ ഹാജരാക്കും, അവരെ ഞാൻ അങ്ങനെയാക്കും എന്ന് പറഞ്ഞിട്ട് പരലോകത്ത് ശിക്ഷ കൊടുക്കുന്ന കാര്യം പറഞ്ഞ് ഇവിടെ ആളെ കുപ്പിയിലാക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്നതാണ് രംഗം. ഈ ആയത്തിൻ്റെ സന്ദർഭവും ഇതിൻ്റെ വിശദീകരണങ്ങളും എല്ലാം കൂടെ വായിച്ചപ്പോൾ വരികൾക്കിടയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ സാധനം എടുത്തുകൊണ്ട് പോയത് മുഹമ്മദ് തന്നെയാണ് എന്നാണ്. അത് പറയാനുള്ള കാരണവും ഞാൻ വളരെ വിശദമായിട്ട് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവരതൊന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കണ്ടതായി ഭാവിക്കാതെ അത് ആളുകളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് നമ്മൾ നുണ പറഞ്ഞു, നമ്മളെ കള്ളനാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആരോപിക്കുകയാണ്. ഞാൻ ഖുർആനും ഹദീസും വായിക്കുന്നത്, ഞാൻ ഈ ഇസ്ലാമിൻ്റെ തഫ്സീറുകളും മറ്റ് രേഖകളും ഒക്കെ വായിക്കുന്നത് വായും പൊളിച്ച് ഇത് വിശ്വസിക്കുന്നവർ വായിക്കുന്നത് പോലെ അല്ല. ഇത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. വായനയെക്കുറിച്ച് തന്നെ ഞാനൊരു വീഡിയോ, ഒരു പ്രഭാഷണത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇഖ്റ എന്ന പേരിൽ. അതിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ക്രിട്ടിക്കൽ റീഡിങ്ങും അത് കഴിഞ്ഞിട്ട് വരികൾക്കിടയിൽ വായന എന്ന് പറയുന്ന ഒരു വായനയുണ്ട്. ഈ രണ്ട് വായനയുമാണ് ഇപ്പോൾ ഞാൻ ഖുർആൻ്റെയും ഇസ്ലാമിൻ്റെയും കാര്യത്തിൽ നടത്തുന്നത്. കാരണം എന്താണ് ഇസ്ലാം, എന്താണ് പ്രവാചകൻ, എന്താണ് ഈ ഖുർആൻ എന്നൊക്കെ കൃത്യമായി മനസ്സിലായി കഴിഞ്ഞ ശേഷം അത് മറ്റുള്ളവർക്ക് കൂടെ മനസ്സിലാക്കി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ആശയങ്ങളും പോയിൻ്റുകളും കണ്ടെത്താൻ വേണ്ടിയുള്ള വായനയാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വായനയുടെ ഔട്ട്പുട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖുർആൻ ക്ലാസ്സും എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ. അവിടെ വരികൾക്കിടയിൽ ഞാൻ വായിക്കും. ഇവിടെ ഞാൻ മുഹമ്മദാണ് ഈ പുതപ്പ് മോഷ്ടിച്ചത് എന്ന് ഉറപ്പിക്കാനുള്ള കാരണം ഈ ആയത്താണ്. ഈ ആയത്തിൽ പറയുന്നത് എന്താണ്? പ്രവാചകന്മാരൊന്നും അങ്ങനെ വഞ്ചിച്ചെടുക്കൊന്നുമില്ല, ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് കൊടുത്തോളാം എന്ന് ഈ ഒരു സന്ദർഭത്തിൽ മുഹമ്മദ് പുതപ്പ് മോഷ്ടിച്ചു എന്ന് മുഹമ്മദിൻ്റെ അനുയായികൾ ആരോപിച്ച ഒരു സന്ദർഭത്തിൽ ആ പുതപ്പിൻ്റെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്താണ് ഇതെങ്കിൽ ആ പുതപ്പിൻ്റെ കാര്യത്തിൽ അള്ളാഹു ഇങ്ങനൊരു ആയത്തല്ലല്ലോ ഇറക്കേണ്ടത്, മുഹമ്മദ് മോഷ്ടിച്ചിട്ടില്ല എങ്കിൽ. അതാണ് ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞത്. മുഹമ്മദ് അല്ല ഈ പുതപ്പ് മോഷ്ടിച്ചതെങ്കിൽ ആ പുതപ്പ് എന്ന് പറയുന്ന തൊണ്ടി സാധനം ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത സർവജ്ഞാനിയായ അള്ളാഹുവിനില്ലേ? അതല്ലേ അള്ളാഹു ചെയ്യേണ്ടത്. ഈ ഒരു CCTVയുടെ ഉദാഹരണം പോലും ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു CCTVയുടെ അണ്ടറിലാണെങ്കിൽ ഈ ഗനീമത്ത് കൂട്ടിവെക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ആരാണ് പുതപ്പ് കട്ടുകൊണ്ട് പോകുന്നത് എന്ന് നമുക്ക് CCTV നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ അന്ന് അള്ളാഹ്ക്ക് കാണാൻ പറ്റണമല്ലോ. അള്ളാഹ് CCTV പോലെ ഇതെല്ലാം കാണുന്ന ആളല്ലേ.
അപ്പോൾ മുഹമ്മദ് പുതപ്പ് മോഷ്ടിച്ചു എന്ന് ഗുരുതരമായൊരു ആരോപണം ഒരു പ്രവാചകനെക്കുറിച്ച് അവരുടെ അനുയായികൾ തന്നെ ഉന്നയിക്കുമ്പോൾ മുഹമ്മദ് നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? മുഹമ്മദിനും മുഹമ്മദിൻ്റെ അള്ളാഹുവിനും ഉണ്ട്. അത് തെളിയിക്കാൻ ഇങ്ങനൊരായത്തിറക്കുകയാണോ അള്ളാഹു ചെയ്യേണ്ടത്? അള്ളാഹു അപ്പം തന്നെ ആ പുതപ്പ് ഇന്ന സ്ഥലത്തുണ്ട്, അത് ഇന്ന ആളാണ് കൊണ്ടുപോയത്, ഇന്ന സ്ഥലത്ത് മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടല്ലേ ഈ ന്യായം പറയേണ്ടത്, ഈ ആയത്തിറക്കേണ്ടത്? ഏതായാലും ഒരു പുതപ്പിൻ്റെ കാര്യത്തിൽ അള്ളാഹു ആയത്തിറക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നു. അതല്ലെങ്കിൽ അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ ഇങ്ങനെ ആയത്തിറക്കി എഴുതി വെച്ചു. അങ്ങനെയാണെങ്കിൽ അള്ളാഹു എഴുതി വെക്കേണ്ടത് ആ പുതപ്പ് മോഷ്ടിച്ചത് മുഹമ്മദ് പ്രവാചകനല്ല, ആ പുതപ്പ് മോഷ്ടിച്ചത് ഇന്ന ആളാണ്, അയാൾ ആ പുതപ്പ് ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പം തന്നെ ആളുകൾ പോയി ആ തൊണ്ടി സാധനം വീണ്ടെടുക്കണ്ടേ? അള്ളാഹു ഈ തൊണ്ടി ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ എത്ര ഗുണങ്ങളുണ്ടായിരുന്നു. മുഹമ്മദ് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുക മാത്രമല്ല, മുഹമ്മദ് പ്രവാചകനാണ് എന്ന കാര്യത്തിൽ സംശയമുള്ള മുനാഫിക്കുകൾക്ക് മുഴുവനും മുഹമ്മദ് പ്രവാചകനാണ് എന്ന് 100% ബോധ്യപ്പെടാൻ ഉപകരിക്കുമായിരുന്നില്ല അത്. കാരണം മുഹമ്മദിനറിയാത്ത ഒരു കാര്യം അള്ളാഹു മുഹമ്മദിനെ അറിയിച്ചുകൊണ്ട് ഒരു ആയത്തിറക്കുമ്പോൾ ആ ആയത്തിലൂടെ അവിടെയുള്ള ആ സമൂഹത്തിന് മൊത്തം ബോധ്യപ്പെടില്ലേ അള്ളാഹുവാണ് ഈ ആയത്തിറക്കുന്നത് എന്നും അള്ളാഹു സർവ്വജ്ഞാനിയാണ് എന്നും. ഒരാൾ പുതപ്പ് മോഷ്ടിച്ചുകൊണ്ട് പോയി ആ പുതപ്പ് ഒളിപ്പിച്ച് വെച്ച് അള്ളാഹു ആ ഇന്ന സ്ഥലത്തുണ്ടെന്നും ഇന്ന ആളാണത് കൊണ്ടുപോയതെന്നും പറഞ്ഞ് അയാളെ കൊല്ലിയിൽ പിടിച്ചുകൊണ്ട് തൊണ്ടി സഹിതം പിടിച്ചുകൊണ്ട് പ്രവാചകൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും അള്ളാഹുവിൻ്റെ സർവ്വജ്ഞാനം തെളിയിക്കുകയും ഖുർആനിൻ്റെ ദൈവീകത തെളിയിക്കുകയും മുഹമ്മദിൻ്റെ പ്രവാചകത്വം തെളിയിക്കുകയും ചെയ്യാൻ കിട്ടിയ ഒരു സുവർണ്ണ അവസരമായിരുന്നില്ല അത് ഉപയോഗപ്പെടുത്താതെ അള്ളാഹു ഇങ്ങനെ ഞഞ്ഞാ പിഞ്ഞ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് അങ്ങനെ ആക്കി കൊള്ളാം എന്ന് പറയലാണ്. അതാണ് വരികൾക്കിടയിലെ വായന എന്ന് പറയുന്നത്. ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന ഒരു പടച്ചോനാണ് ഈ ആയത്തിറക്കിയതെങ്കിൽ ആ പടച്ചോന് യാതൊരു തലയും പാലും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ആയത്തിറക്കിയത് മുഹമ്മദാണ്, ആ മുഹമ്മദ് തന്നെയാണ് ഈ പുതപ്പ് മോഷ്ടിച്ചത് എന്ന് ഈ ആയത്തിൻ്റെ വരികൾക്കിടയിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊക്കെ ഞാൻ ആ ക്ലാസ്സിൽ തന്നെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദ് പുതപ്പ് കട്ടു എന്ന് അവിടെ എഴുതിയത്. ഈ ആയത്തിറക്കുന്നത് ആരുടെ തൊള്ളയിൽ കൂടെയാണ്? ആരോപിക്കപ്പെട്ട കള്ളൻ്റെ വായിലൂടെയാണ്. ആ പ്രയോഗമാണ് ഞാൻ ആ വീഡിയോയിൽ നടത്തിയത്. അത് പൊക്കി കാണിച്ചിട്ട് വിശ്വാസികളെ വികാരം കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രവാചകൻ കള്ളൻ എന്ന് പറഞ്ഞത്. കള്ളൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു അത്യാവശ്യം വന്നപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ അറിയാതെ പോയി എടുത്തുകൊണ്ട് പോകുന്നതിനാണ് നമ്മൾ കളവ് എന്ന് പറയുക. അങ്ങനെ സ്വന്തം ആവശ്യത്തിന് മറ്റൊരാളുടെ സ്വത്ത് അയാൾ അറിയാതെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു നിസ്സാര കുറ്റത്തിനാണ് നമ്മൾ കളവ് എന്ന് പറയുക. മുഹമ്മദ് അങ്ങനത്തെ കളവൊന്നുമല്ല ചെയ്തിരുന്നത്. അതിനേക്കാളൊക്കെ അതുക്കും മേലെ 10,000 മടങ്ങ് അതിനേക്കാളും നികൃഷ്ടമായിട്ടുള്ള തിന്മ ഉൾക്കൊള്ളുന്ന കളവുകളാണ് മുഹമ്മദ് ചെയ്തുകൊണ്ടിരുന്നത്. മുഹമ്മദ് വഞ്ചിച്ചെടുക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മുഹമ്മദ് വഞ്ചിക്കാതെ എടുത്ത ഒന്നുമില്ല. മുഹമ്മദിൻ്റെ അധികാരം മുഹമ്മദ് വഞ്ചിച്ചെടുത്തതാണ്. മുഹമ്മദ് മദീനയിൽ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവനും മുഹമ്മദ് വഞ്ചിച്ചുണ്ടാക്കിയതാണ്. മുഹമ്മദ് മദീനയിൽ നിന്ന് ഓടിച്ചിട്ട് പിടിച്ച സ്ത്രീകൾ മുഴുവൻ മുഹമ്മദ് വഞ്ചിച്ചുണ്ടാക്കിയതാണ്. വഞ്ചിച്ചുണ്ടാക്കാത്ത ഒന്നും മുഹമ്മദിൻ്റെ ചരിത്രത്തിലില്ല. അപ്പോൾ ഈ ഖുർആൻ വാക്യം എന്ന് പറയുന്നത് ഈ വഞ്ചനയെ ആളുകളുടെ മുമ്പിൽ, വിശ്വാസികളുടെ മുമ്പിൽ മറച്ചു വയ്ക്കാനുള്ള ഒരു കപടനാടകം മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. മുഹമ്മദിൻ്റെ ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്നത് വഞ്ചിച്ചെടുക്കലാണ്. ആ വഞ്ചിച്ചെടുക്കലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു പുതപ്പ് എടുത്തു എന്ന് പറയുന്നതൊന്നും ഒരു വലിയ കാര്യമായ ഒരു തിന്മയായിട്ട് ഞാൻ കാണുന്നേ ഇല്ല. അവിടെ ആ ഒരു കാരണം കൊണ്ട് കള്ളൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിശേഷണം മാത്രമാണ്. അതല്ല മുഹമ്മദ് അർഹിക്കുന്ന വിശേഷണം, അതുക്കും മേലെയാണ്. അത് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് ഇതിനുള്ള മറുപടി. മുഹമ്മദിൻ്റെ ജീവിതം ഉടനീളം വഞ്ചനയാണ്, ചതിയാണ്, കബളിപ്പിക്കലാണ്, കള്ളത്തരമാണ്, കളവാണ്. മുഹമ്മദ് ഉണ്ടാക്കിയ പ്രത്യയശാസ്ത്രം ആകെ മൊത്തം ടോട്ടൽ ഒരു വലിയ നുണയാണ്. മുഹമ്മദ് പ്രവാചകനാണ് എന്ന ഒരു നുണയിൽ നിന്നാണ് മുഹമ്മദ് ഈ ചരിത്രം മുഴുവൻ സൃഷ്ടിച്ചെടുത്തത്. അത് ലോകം കണ്ടിട്ടുള്ള, ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നുണയായിരുന്നു മുഹമ്മദ് പ്രവാചകനാണ് എന്ന ഈ വാദം. മുഹമ്മദിൻ്റെ വഞ്ചനയുടെ ചരിത്രം തന്നെയാണ് നമ്മൾ ഖുർആൻ ക്ലാസ്സിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദിൻ്റെ കാര്യത്തിൽ
ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരെൻ്റെ 274 ഖുർആൻ ക്ലാസ്സുകൾ തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സന്ദർഭത്തിലും മുഹമ്മദ് ചെയ്ത കളവിൻ്റെയും ചതിയുടെയും കള്ളത്തരങ്ങളുടെയും കഥ വിളിച്ചു മനസ്സിലാവും. 13 കൊല്ലം മുഹമ്മദ് മക്കക്കാരായ സ്വന്തം ഗോത്രത്തെ, സ്വന്തം കുടുംബക്കാരെ വഞ്ചിച്ചു. അതോടൊപ്പം തന്നെ മുഹമ്മദിൻ്റെ കൂടെ കൂടിയ കുറച്ചാളുകളുണ്ടായിരുന്നു. ആ കുറച്ചാളുകളെയും മുഹമ്മദ് 13 കൊല്ലം വഞ്ചിക്കുകയായിരുന്നു, കബളിപ്പിക്കുകയായിരുന്നു. എന്താണ് മുഹമ്മദ് 13 കൊല്ലം മക്കയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ വെറും ഒരു താക്കീതുകാരൻ മാത്രമാണ്, ഒരു പോസ്റ്റ്മാൻ മാത്രമാണ്. അള്ളാഹുവിൻ്റെ മെസ്സേജ് കൊണ്ടുവന്ന് അത് നിങ്ങളെ അറിയിച്ച് താക്കീത് ചെയ്തു പോവുക എന്ന ഉത്തരവാദിത്വം മാത്രമേ എനിക്കുള്ളൂ, അതിനപ്പുറത്തൊരു ഉത്തരവാദിത്വവും എനിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ടേയിരുന്ന മുഹമ്മദ് ആ അള്ളാഹുവിനെ നേരെ തലകുത്തനെ പിടിച്ചിട്ട് പിന്നെ മദീനയിലെത്തുന്നതോടുകൂടി ഞാൻ പോസ്റ്റ്മാനൊന്നുമല്ല, ഞാൻ സർവാധികാരിയാണ്, അള്ളാഹുവിനേക്കാളും വലിയ സൂപ്പർ അള്ളാഹുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു മലക്കുകളൊക്കെ എൻ്റെ പിന്നാലെ സലാത്ത് ചെല്ലുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അള്ളാഹുവിൻ്റെ തലയിൽ കയറിയിരുന്നു കൊണ്ട് രാജഭരണം നടത്തുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. 13 കൊല്ലം കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അതിന് നേരെ വിരുദ്ധമായിട്ട് മുഹമ്മദ് വാളെടുത്തുകൊണ്ട് മറ്റുള്ളവരെ കൊള്ളയടിക്കാൻ പുറപ്പെടുകയാണ് മദീനയിൽ വന്നപ്പോൾ. ഇത് ചതിയല്ലേ? ഇത് മക്കക്കാർക്ക് നേരെയുള്ള ചതി മാത്രമല്ല, സ്വന്തം അനുയായികളെ ചതിച്ചതാണ്. മദീനയിലേക്ക് മുഹമ്മദ് വരാൻ വേണ്ടിയിട്ട് അൻസാറുകൾ എന്ന് പറയുന്ന മദീനക്കാരായ ഔസ് ഖസറജ് ഗോത്രക്കാരുമായിട്ട് 3 വർഷം നീണ്ടു നിന്ന ഉടമ്പടി സംഭാഷണങ്ങൾ നടത്തി അവസാനം ഒരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടി അനുസരിച്ചാണ് മുഹമ്മദ് മദീനയിലേക്ക് വരുന്നത്. ആ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ മദീനയിലെത്തിയ നിമിഷം മുതൽ മുഹമ്മദ് ലംഘിക്കാൻ തുടങ്ങി, അവരെ ചതിച്ചു. എന്തായിരുന്നു ഉടമ്പടിയിലെ വ്യവസ്ഥ? ഈ ഔസ് ഖസറജ് ഗോത്രക്കാരെയും അവർക്ക് സഖ്യമുണ്ടായിരുന്ന, സൗഹാർദ്ദ ബന്ധത്തിലായിരുന്ന, അവരുമായി സഹകരിച്ചിരുന്ന മറ്റു മദീനയിലെ ഗോത്രക്കാരെയും ഉപദ്രവിക്കാൻ പാടില്ല, അവർക്ക് അവരുടെ മതമനുസരിച്ചൊക്കെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടായിരിക്കണം എന്നായിരുന്നു ഒരു വ്യവസ്ഥ. എന്നാൽ മുഹമ്മദ് മദീനയിൽ എത്തിയ ഉടനെ ജൂതന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും അവരെ അധിക്ഷേപിക്കുകയും അവരെ നിരന്തരം ചീത്ത വിളിക്കുകയും ചെയ്തുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുക മാത്രമല്ല, ഒരു കാരണം കൂടാതെ ആ മദീനയിലുണ്ടായിരുന്ന ജൂതഗോത്രങ്ങളെ ആക്രമിക്കാൻ മുതിരുകയും അത് ഇഷ്ടപ്പെടാതിരുന്ന സ്വന്തം അനുയായികളായ മദീനക്കാരെ കപടവിശ്വാസികൾ എന്ന് അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് അവരെ വഞ്ചിക്കുകയാണ് മുഹമ്മദ് ചെയ്തത്. ഇവിടെയും ഈ പുതപ്പ് കട്ടു എന്ന് പറഞ്ഞവരെയും കപടവിശ്വാസികൾ എന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മുഹമ്മദിനെതിരായിട്ട് മുഹമ്മദ് ചെയ്യുന്ന അനീതികളെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ച എല്ലാവരെയും മുഹമ്മദ് കപടവിശ്വാസികൾ എന്ന് അധിക്ഷേപിച്ചു. ആ മുഹമ്മദിൻ്റെ അള്ളാഹു അധിക്ഷേപിച്ചു. എന്നാൽ ആ കപടവിശ്വാസികളെ പൂർണ്ണമായി മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവരെ കയ്യും കാലും എതിർ ദിശയിൽ നിന്ന് വെട്ടുകയോ ഒന്നും ചെയ്യാതെ കൂടെ കൊണ്ടു നടന്നിട്ട് ഓരോ കൊള്ളയ്ക്കും അവരുടെ സഹായം, അവരുടെ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇതും വഞ്ചനയാണ്. അവിടെ ജൂതന്മാരും ഈ മദീനക്കാരും തമ്മിലുണ്ടായിരുന്നത് കുടുംബപരമായ ബന്ധങ്ങളാണ്. ആ കുടുംബപരമായ ബന്ധങ്ങളെ പോലും തകർക്കുന്ന തരത്തിലുള്ള വഞ്ചനയാണ് മുഹമ്മദ് അവരോട് ചെയ്തത്. അങ്ങനെയാണ് അവിടെ ഓരോ ജൂതഗോത്രങ്ങളെയും മുഹമ്മദ് പോയിട്ട് ആക്രമിച്ചത്, അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തത്. അവരെ കൂട്ടക്കൊല ചെയ്യാനായിരുന്നു മുഹമ്മദിൻ്റെ പദ്ധതി. പക്ഷേ ആദ്യം 1-2 ഗോത്രങ്ങളെ ഇതുപോലെ ചെയ്തപ്പോൾ മദീനക്കാരുടെ നിർബന്ധം കാരണം കൂട്ടക്കൊല ചെയ്യാൻ പറ്റിയില്ല. പകരം അവരെ നാടുകടത്തി ആട്ടി ഓടിച്ച് അവരുടെ സ്വത്തുക്കൾ മുഴുവൻ പിടിച്ചെടുത്തു. ബനു നദീർ എന്ന ഗോത്രത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ മുഹമ്മദ് പിടിച്ചെടുത്തത് ആ ഗോത്രക്കാരെ വഞ്ചിച്ചുകൊണ്ടും ആ ഗോത്രക്കാരുമായി സഖ്യത്തിലുണ്ടായിരുന്ന അൻസാറുകളെ വഞ്ചിച്ചുകൊണ്ടും മാത്രമല്ല, സ്വന്തം കൂടെ വന്നിരുന്ന മുഹാജിറുകളെപ്പോലും വഞ്ചിച്ചുകൊണ്ടാണ്. കാരണം അവിടെ മുഹമ്മദ് എന്താ ന്യായം പറഞ്ഞത്? അവിടെ മുഹമ്മദ് പറഞ്ഞ ന്യായം, യുദ്ധമൊന്നും നടന്നിട്ടില്ല, നിങ്ങൾ ഒട്ടകത്തെ ഓടിച്ചിട്ടില്ല, വാളൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് കിട്ടിയ മുതൽ മുഴുവൻ അള്ളാഹ്ക്കും എനിക്കുള്ളതാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ മുതൽ മുഴുവൻ സ്വന്തം കൈക്കലാക്കുകയാണ്, സ്വന്തം പോക്കറ്റിലാക്കുകയാണ് മുഹമ്മദ് ചെയ്തത്. ഒരു ഗോത്രത്തിൻ്റെ മുഴുവൻ സമ്പത്താണ് മുഹമ്മദിൻ്റെ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തത്. ഇത് ഞാൻ പറയുന്നതല്ല,
ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ബനൂ നദീർ ഗോത്രത്തിൻ്റെ മുഴുവൻ സമ്പത്തും, തോട്ടങ്ങളടക്കമുള്ള മുഴുവൻ സമ്പത്തും ഒരു വലിയ സംഘത്തെ കൂട്ടിപ്പോയിട്ട് ആ ഗോത്രം വളഞ്ഞ് കൊള്ളയടിച്ചിട്ട് ആ ഗോത്രക്കാരെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചിട്ട് ആ സ്വത്ത് മുഴുവൻ പിടിച്ചെടുത്തിട്ട് മുഹമ്മദ് പറഞ്ഞു, കാര്യമായ രക്തച്ചൊരിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല, യുദ്ധമൊന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് സ്വത്ത് മുഴുവൻ അള്ളാഹ്ക്കും റസൂലിനാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വടിയാക്കി, എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് മുഹമ്മദ് ആ സ്വത്തുക്കൾ കൈക്കലാക്കുകയാണ് ചെയ്തത്. യുദ്ധം നടന്നിട്ടില്ല എന്ന് പറയുന്ന ന്യായമൊക്കെ എത്ര വൃത്തികെട്ട ന്യായമാണ് എന്ന് ആലോചിച്ചു. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുള്ള ഒരു തമാശയുണ്ട്. ഒരു വെടിക്കാരൻ ഇങ്ങനെ ഒരു വളരെ ഉയരത്തിലുള്ള ഒരു പക്ഷിയെ വെടിവെച്ചിട്ട് താഴെയിട്ട്, പക്ഷി താഴെ വീണപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു വിഡ്ഢിയായ ഒരു കൂട്ടുകാരുണ്ട്. ഈ വിഡ്ഢി പറഞ്ഞ്, അത്രയും ഉയരത്തുനിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് വീണാൽ തന്നെ ചാവുമല്ലോ, പിന്നെ വെറുതെ എന്തിനാണ് നമ്മളൊരു ഉണ്ട ചിലവാക്കിയത് എന്ന് പറഞ്ഞു. വെറുതെ നമ്മളൊരു ഉണ്ട ചിലവാക്കേണ്ടില്ലായിരുന്നു, അത്രയും ഉയരത്തുനിന്ന് പക്ഷി ഇങ്ങോട്ട് വീണാൽ തന്നെ ചാവൂലായിരുന്നോ എന്ന് പറഞ്ഞു. അതേപോലെയുള്ള വിഡ്ഢിയാക്കലാണ് മുഹമ്മദിയുടെ അനുയായികളെ ചെയ്തത്. മുഹമ്മദ് ഒറ്റയ്ക്കാണോ കൊള്ളയടിക്കാൻ പോയത്? മുഹമ്മദ് ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ മുഹമ്മദിന് ബനൂ നദീർ ഗോത്രത്തിൻ്റെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. മുഹമ്മദ് ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടിപ്പോയിട്ട് മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം ആ ഗോത്രത്തെ വളഞ്ഞ് ഉപരോധിച്ച് അവർ കീഴടങ്ങിയതിന് ശേഷമാണ് ഈ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഗോത്രം വളയാൻ പോയ, ആ യുദ്ധത്തിന് തയ്യാറായി പോയ സ്വന്തം അനുയായികളൊക്കെ വെറും വിഡ്ഢികളാണോ? അവരൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് മുഹമ്മദിന് സ്വന്തമായിട്ട് ഈ സ്വത്ത് മുഴുവൻ കിട്ടിയത്? മുഹമ്മദ് എന്തെങ്കിലും ചെയ്തിട്ടാണോ മുഹമ്മദിന് കിട്ടിയത്? അപ്പോൾ എത്ര വലിയ കപടനായിരുന്നു മുഹമ്മദ്, എത്ര വലിയ വഞ്ചകനായിരുന്നു മുഹമ്മദ് എന്ന് ഈ ഒരൊറ്റ സംഭവം ഓർത്താൽ അറിയാം. ഇവിടെ ജൂതന്മാരായ ആ പാവങ്ങളെ വഞ്ചിച്ചു, ആ ജൂതന്മാരുമായി സഖ്യത്തിലുണ്ടായിരുന്ന അൻസാറുകളെ വഞ്ചിച്ചു, ഈ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിക്കൊണ്ട് യുദ്ധത്തിന് പോയ ആളുകൾക്കൊന്നും കൊടുക്കാതെ കൂടെ വന്നിട്ടുള്ള മുഹാജിറുകളടക്കം എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ കുടുംബത്തിൻ്റെ സ്വത്താക്കി മാറ്റി എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ ഗോത്രങ്ങളെയും മുഹമ്മദ് കൊള്ളയടിക്കുന്നത് ചതിയിലൂടെയാണ്. മുഹമ്മദ് ആദ്യം വിജയകരമായി നടത്തിയ കൊള്ള, നഖല കൊള്ള, ഇതൊക്കെ ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. ആ നഖല കൊള്ള എന്ന് പറയുന്നത് ലോക ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചതിയായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ആ ഗോത്ര മനുഷ്യർ അനുഷ്ഠിച്ചു വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു സദാചാരമാണ്, ഏറ്റവും വലിയൊരു നാട്ടുമര്യാദയായിരുന്നു ഈ 4 പുണ്യമാസങ്ങൾ എന്ന് അവർ കണക്കാക്കിയിരുന്ന ഈ മാസങ്ങളിൽ ആരെയും കൊള്ള ചെയ്യാൻ പാടില്ല എന്ന നിയമം. അതനുസരിച്ച് കച്ചവടത്തിനൊക്കെ പോകുന്നവർ നിരായുധരായിട്ടാണ് കച്ചവടത്തിന് പോയിരുന്നത്. അങ്ങനെ നിരായുധരായിട്ട് കച്ചവടത്തിന് പോയി വരുന്ന ഒരു ചെറിയ സംഘത്തെയാണ് മുഹമ്മദ് ചതിയിൽ പോയിട്ട് ആക്രമിച്ച് അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നത്. ആ ചതി സ്വന്തം അനുയായികൾ പോലും ഇഷ്ടപ്പെടുകയില്ല എന്ന് മുഹമ്മദിന് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് മുഹമ്മദ് ഒരു കടുത്ത ചതി അവിടെ പ്രയോഗിക്കുന്നത്. മുഹമ്മദ് ആ സംഘത്തിൻ്റെ തലവൻ്റെ അടുത്ത് ഒരു കത്ത് കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ പകുതി ദൂരം യാത്ര ചെയ്തതിന് ശേഷം 2-3 ദിവസം യാത്ര ചെയ്തതിന് ശേഷം മാത്രമേ ഈ കത്ത് തുറക്കാവൂ എന്നും ഈ കത്തിലുള്ള കാര്യങ്ങൾ കൂടെയുള്ള അനുയായികളോടൊന്നും പറയരുത് എന്നും പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് ആ കത്ത് കൊടുക്കുന്നത്. കാരണം ഈ പുണ്യമാസത്തിൽ വരുന്ന കച്ചവട സംഘത്തെയാണ് കൊള്ള ചെയ്യാൻ പോകുന്നത്. അത് കൂടെയുള്ള ആളുകൾക്ക് പോലും ഇഷ്ടപ്പെടില്ല. കാരണം അവർ അനുഭവിച്ചു വന്ന ഒരു നാട്ടുമര്യാദയാണ്. ആ മര്യാദ ലംഘിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ തെമ്മാടിത്തരമാണ്. ആ തെമ്മാടിത്തം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഈ മുഹമ്മദ് കൊള്ളക്ക് അയച്ച ആളുകളിൽ പോലും ഭൂരിപക്ഷം എന്ന് മുഹമ്മദിന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തരികിടൊപ്പിച്ചത്. അങ്ങനെ ഒരു ചതി ചെയ്തുകൊണ്ട് ആ പാവങ്ങൾ കച്ചവട ചരക്കുമായിട്ട് പോകുമ്പോൾ അവരെ പോയി കൊള്ളയടിച്ച് അതിലൊരാളെ കൊന്ന് 2 ആളെ പിടിച്ച് അവരുടെ ഒട്ടകങ്ങളെയും അവരുടെ കച്ചവട ചരക്കുകളെയും എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇതാണ് മുഹമ്മദ് ആദ്യം ചെയ്യുന്ന വിജയകരമായ കൊള്ള. അതിനു മുമ്പ് കുറേ അറ്റംപ്റ്റ് നടത്തിയത് പരാജയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ കൊള്ളയടിക്കാനായിട്ട് പുറപ്പെടുന്നതും അത് കൊള്ള നടക്കാതെ വരികയും ബദറിൽ വെച്ചിട്ട് അതൊരു യുദ്ധമായി കലാശിക്കുകയും ചെയ്തു. ആ യുദ്ധത്തിൽ ഗനീമത്ത് എന്നും പറഞ്ഞ് കിട്ടിയ സാധനം എന്ന് പറയുന്നത് ആ കൊല്ലപ്പെട്ട ആളുകളുടെ ശരീരത്തിലുണ്ടായിരുന്ന പടയങ്കികളും വസ്ത്രങ്ങളും അവരുടെ വാളുകളും ഒക്കെയാണ്, അല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല. ആ സാധനത്തിൽ നിന്നാണ് മുഹമ്മദ് ഈ വെൽവെറ്റ് മോഷ്ടിച്ചു എന്ന് പറയുന്നത്. ആ സാധനം ഓരി വെക്കുമ്പോഴാണ് മുഹമ്മദ് അനുയായികളെ ഇങ്ങനെ ചതിക്കാൻ ശ്രമിച്ചത്. ഇങ്ങനെ എല്ലാ സംഭവങ്ങളിലും ചതി പ്രയോഗിച്ചുകൊണ്ട്, വഞ്ചന പ്രയോഗിച്ചുകൊണ്ട് ആണ് മുഹമ്മദ് മദീനയിൽ തൻ്റെ അധികാരം ഉറപ്പിക്കുന്നത്. ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന മുഴുവൻ മനുഷ്യരെയും ആട്ടിയോടിക്കുന്നത്, അവരുടെ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ മുഹമ്മദിൻ്റെ അധികാരം
ചതിയിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. മുഹമ്മദിൻ്റെ സമ്പത്ത് വഞ്ചനയിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. അതിൻ്റെ കൂടെ മുഹമ്മദ് ആ നാട്ടിൽ ഒരുപാട് സ്ത്രീകളെയും സ്വന്തമാക്കി. അതും ചതിയും വഞ്ചനയും ഉപയോഗിച്ചുകൊണ്ടാണ്. ആ സ്ത്രീകളെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ പോലും മുഹമ്മദ് സ്വന്തം ഭാര്യമാരെ ചതിച്ചതിൻ്റെ കഥയുണ്ട്. അതൊക്കെ ഖുർആൻ ക്ലാസ്സിൽ ഇനി വരാൻ പോകുന്നുണ്ട്. സ്വന്തം ഭാര്യമാരെ കബളിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് അള്ളാഹുവിനെ വിറ്റുവാങ്ങിയ വെപ്പാട്ടി സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട വൃത്തികെട്ട കഥ ഈ ഖുർആനിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഈജിപ്തിലുള്ള ഒരു രാജാവിന് മുഹമ്മദ് തൗഹീദിൻ്റെ പോരിശ പറഞ്ഞുകൊണ്ട് കത്തയക്കാണ്. എൻ്റെ മതം വിശ്വസിക്കണം, ഏകദൈവത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കണം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും, നിങ്ങളെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകൊണ്ട് ഭീഷണിക്കത്ത് കൊടുത്തയച്ചപ്പോൾ ആ ഈജിപ്തിലെ മുക്കൗക്കിസ് എന്ന് പറയുന്ന രാജാവ് മുഹമ്മദിന് 2 പെൺകുട്ടികളെ കൊടുത്തയച്ച് സമ്മാനമായിട്ട്. അപ്പോൾ മൂപ്പർക്ക് പിന്നെ തൗഹീദും വേണ്ട, ഇസ്ലാമും വേണ്ട, ആ പെൺകുട്ടികളെ കിട്ടിയപ്പോൾ സമാധാനമായി. ഇതാണ് മുഹമ്മദ് പഠിപ്പിക്കുന്ന മാതൃക. ആ പെണ്ണിനെ മുഹമ്മദ് മറ്റു ഭാര്യമാരുടെ ഊഴത്തിൽപ്പെട്ട ദിവസം മറ്റു ഭാര്യമാരുടെ വീടുകളിൽ വെച്ചിട്ട് അവരെ കബളിപ്പിച്ചുകൊണ്ട് ആ പെണ്ണുമായി ബന്ധപ്പെട്ട ഒരു വൃത്തികെട്ട കഥയുണ്ട്. ആ കഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തിറങ്ങി ഉരുണ്ടുമറിയേണ്ടി വന്നു പ്രപഞ്ച സൃഷ്ടാവായ പടച്ചോന്. ഇതൊക്കെയാണ് മുഹമ്മദിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. പെണ്ണിന് വേണ്ടി ചതി, സ്വത്തിന് വേണ്ടി ചതി, അധികാരത്തിന് വേണ്ടി ചതി. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മുഹമ്മദ് നിരന്തരമായി ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുഹമ്മദിൻ്റെ പ്രവാചകത്വം എന്ന് പറയുന്ന 23 വർഷക്കാലം ചതിയുടെയും വഞ്ചനയുടെയും കൊള്ളയുടെയും മാത്രം കാലഘട്ടമാണ്. മുഹമ്മദ് നല്ല മനുഷ്യനായിരുന്നു, മര്യാദക്കാരനായിരുന്നു അതിനു മുമ്പുള്ള 40 വയസ്സ് വരെ. ഒരു അടിമച്ചക്കനെ സ്വതന്ത്രനാക്കുകയും ദത്തുപുത്രനായി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്തിരുന്ന ഒരു കാലഘട്ടം മുഹമ്മദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കാരണം അന്ന് മുഹമ്മദിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് മുഹമ്മദ് ജീവിച്ച ആ സമൂഹത്തിൽ നിന്നുള്ള ധാർമ്മിക മൂല്യങ്ങളായിരുന്നു. പക്ഷേ മുഹമ്മദിന് ഈ ബാധ കൂടിയതിന് ശേഷം, 40-ാം വയസ്സിൽ ഈ ബാധ കൂടിയതിന് ശേഷം ആ ഗോത്ര മനുഷ്യരുടെ ധാർമ്മികതയിൽ നിന്നൊക്കെ എത്രയോ പുറകോട്ട് സഞ്ചരിക്കുകയും മുഹമ്മദ് ഒരു തനി വഞ്ചകനായും ചതിയനായും അക്രമിയായും മാറുകയും ചെയ്തു എന്നതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. ഈ ചരിത്രമൊക്കെ വായിച്ചിട്ടാണ് അതിൻ്റെ വരികൾക്കിടയിൽ നിന്ന് മുഹമ്മദ് ആരുടെ പ്രവാചകനാണ് എന്ന സംശയം ഞാൻ വിശ്വാസികളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. ബദർ യുദ്ധത്തിൽ ജയിച്ചതിന് ശേഷം ഉഹുദ് യുദ്ധത്തിൽ അള്ളയും മലക്കുകളും അതുപോലെ നിങ്ങളെ വന്ന് സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അനുയായികളെ മുഹമ്മദ് കൂട്ടിക്കൊണ്ടുപോയത്. അതൊരു ചതിയായിരുന്നു. അവസാനം അള്ളയില്ല, മലക്കുകളുമില്ല, ഒന്നുമില്ല. മുഹമ്മദിൻ്റെ അനുയായികൾ ഗനീമത്തും നമുക്ക് കിട്ടൂല, മുഹമ്മദ് അതെല്ലാം കൈക്കലാക്കും, ബദറിൽ സംഭവിച്ചതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ മുഹമ്മദ് കിട്ടിയവർക്ക് എന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ഗനീമത്ത് ഓരി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഗനീമത്ത് വാരിക്കൂട്ടിയില്ലെങ്കിൽ നമ്മൾ വടിയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ മുഹമ്മദിനെ കാവൽ നിർത്തിയിരുന്ന ആളുകൾ ആ അമ്പുമില്ലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഗനീമത്ത് പിടിക്കാൻ പോയത്. ഗനീമത്ത് എന്ന് പറഞ്ഞാൽ തുണി പൊക്കി ഓടുന്ന പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങളെ പിടിക്കാൻ ഓടി. ആ സമയം നോക്കിയിട്ടാണ് മറ്റൊരു ഇപ്പുറത്ത് കൂടെ വന്നിട്ട് മുഹമ്മദിനടക്കം ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും 10-70 ആളുകളെ കൊല്ലുകയും ചെയ്തുകൊണ്ട് ആ യുദ്ധം വിജയിച്ചത്. അവർ വരെ ഗനീമത്ത് വെറുക്കാനൊന്നും നിന്നില്ല. അവർ 70 പേരെ കൃത്യം കിസാസ് നടത്തിയിട്ട് ബദറിൽ കൊല്ലപ്പെട്ട 70 പേർക്ക് പകരം ഇവിടെ 70 പേരെ കൃത്യം എണ്ണിക്കൊന്നിട്ട് അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആരാണ് മര്യാദക്കാരായിരുന്നത്? അവർ കൊള്ളക്കാരായിരുന്നില്ല, അവർ കൊള്ളയടിക്കാൻ വന്നവരല്ല, അവർ കിസാസ് നടപ്പിലാക്കാൻ വന്നവരായിരുന്നു. മുഹമ്മദാണെങ്കിലോ, മുഹമ്മദിൻ്റെ അനുയായികൾ എല്ലായിടത്തും പോയിട്ട് എന്താ ചെയ്തത്? മറ്റുള്ളവരെ കൊന്നൊടുക്കിയിട്ട് അവരുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളടക്കം ഗനീമത്ത് എന്നും പറഞ്ഞ് ഊരിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആരാണ് ചതിയൻ? ആരാണ് ധാർമ്മിക ബോധം ഉള്ളവരും ഇല്ലാത്തവരും? ഇതൊക്കെ ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ സാമാന്യമായ ഒരു യുക്തിബോധവും സാമാന്യമായ ഒരു നീതിബോധവുമുള്ള ആർക്കും ചരിത്രത്തിലൂടെ, ചരിത്രത്തിൻ്റെ വരികളിലൂടെ, ചരിത്രത്തിൻ്റെ വരികൾക്കിടയിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കിയ ഒരു മുഹമ്മദ് എൻ്റെ മനസ്സിലുണ്ട്. ഒരു കാലത്ത് ഞാനും നിങ്ങളൊക്കെ പോലെ തന്നെ ഇത് മാനവരിൽ മഹോന്നതൻ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിൻ്റെ ഉള്ളിൽ പേറി നടന്ന ഒരു കഥാപാത്രമായിരുന്നു മുഹമ്മദ്. 18 കൊല്ലം ഞാനും പേറി നടന്നിട്ടുണ്ട്. ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മുടെ ചെവിയിൽ മുഹമ്മദിൻ്റെ പേരാണല്ലോ പറഞ്ഞു തന്നത്. 18 വയസ്സ് വരെ ഞാനും നിസ്കരിച്ചും നോൻപോറ്റും മുഹമ്മദിനെ സ്വലാത്ത് ചൊല്ലിയും ഒക്കെ ജീവിച്ച ആളാണ്. പക്ഷേ മുഹമ്മദിൻ്റെ ചരിത്രവും ഈ ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങളും ഖുർആനിലെ വരികളും ഒക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഈ സാധനം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോയത്. അപ്പോൾ എനിക്ക് മുഹമ്മദ് ആരാണെന്ന് മനസ്സിലായി.
ആ മനസ്സിലായ മുഹമ്മദിനെ നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഖുർആൻ ക്ലാസ് നടത്തുന്നത്, ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ആ മുഹമ്മദിനെ പരിചയപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഖുർആനിൻ്റെയും ഈ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളുടെയും ഈ ഹദീസുകളുടെയും ഒക്കെ വരികൾക്കിടയിൽ നിന്ന് എടുത്തു കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ പുതപ്പ് കട്ടത് മുഹമ്മദാണ് എന്ന് മനസ്സിലാക്കി തരുന്നത് മുഹമ്മദിൻ്റെ വായിലൂടെ അള്ളാഹു പറഞ്ഞു എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ള ഈ ഖുർആൻ വചനമാണ്. ആ ഖുർആൻ വചനം വായിച്ചാൽ അറിയാം അവിടെ പുതപ്പ് വേറെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയതല്ല എന്ന്. വേറെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയതാണ് എങ്കിൽ, അതല്ല ഇനി വല്ല പട്ടിയും കടിച്ചുകൊണ്ട് പോയതോ അല്ലെങ്കിൽ കാക്ക കൊത്തിക്കൊണ്ടുപോയതോ ഒക്കെ ആണെങ്കിലും സർവജ്ഞാനിയായ അള്ളാഹുവിന് അതൊക്കെ അറിയാമല്ലോ. അള്ളാഹു ആ കാര്യം പറഞ്ഞിട്ട് ആ തൊണ്ടി ഇങ്ങോട്ട് എടുത്തു കൊടുക്കണ്ടേ? എന്തേ അള്ളാഹു തൊണ്ടി കാണിച്ചു കൊടുക്കാതിരുന്നത്? അതാണ് വരികൾക്കിടയിലെ വായന എന്ന് പറഞ്ഞാൽ. അങ്ങനെ വായിച്ചപ്പോഴാണ് ഇതിൻ്റെ ആശാൻ ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലായത്. കാരണം അങ്ങേരത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, അത് ചെയ്യും എന്ന് ഈ ബദർ യുദ്ധത്തിലെ ആ കൂട്ടിവെച്ച ഗനീമത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ മുഹമ്മദിൻ്റെ വഞ്ചനയുടെ ചരിത്രമുണ്ട്. മുഹമ്മദ് അനുയായികളോട് പറഞ്ഞതൊന്ന്, ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം പ്രവർത്തിച്ചത് മറ്റൊന്ന്. അത് വഞ്ചനയല്ലായിരുന്നു. അങ്ങനെ വഞ്ചിച്ച് കുന്നുകൂട്ടിയ ഈ ഗനീമത്തിൽ നിന്നാണ് ഒരു പുതപ്പ് കാണാതായതെങ്കിൽ ആ വഞ്ചകൻ അത് എടുക്കില്ല എന്ന് എങ്ങനെയാണ് നമ്മൾ നിഗമനത്തിലെത്തുക? ബനു മുസ്തലഖ് എന്ന് പറയുന്ന ഒരു ജൂതഗോത്രത്തെ കൊള്ളയടിച്ചതിൻ്റെ കഥ സഹീഹുൽ ബുഖാരിയിൽ എഴുതി വച്ചിരിക്കുന്നത് അവർ അശ്രദ്ധരായി കഴിയുന്ന ഒരു സമയത്ത് പൊടുന്നനെ പോയിട്ട് മുഹമ്മദ് അവരെ ആക്രമിച്ചു എന്നാണ്. അശ്രദ്ധരായി കഴിയുന്ന ഒരു ഗോത്രത്തെ പൊടുന്നനെ പോയിട്ട് രാത്രി സഞ്ചരിച്ചും പകൽ ഒളിച്ചും ആരും അറിയാതെ പ്രഭാതവേളയിൽ പോയിട്ട് അങ്ങ് വളഞ്ഞ് ആക്രമിക്കുക. എന്നിട്ട് അവർ കീഴടങ്ങിയിട്ട് അവരുടെ പെണ്ണുങ്ങളെയും കുട്ടികളെയും മുഴുവൻ പിടിച്ചുകൊണ്ട് പോരുക, അവരുടെ ആണുങ്ങളെ മുഴുവൻ ഒന്നുകിൽ കൊല്ലുക അല്ലെങ്കിൽ അവരെ അടിമകളാക്കി വിറ്റ് കാശാക്കുക, എന്നിട്ട് അവരുടെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുക്കുക. ഇതൊരു ദൈവത്തിൻ്റെ ദൂതൻ, അതും അവസാനത്തെ ദൈവദൂതൻ, അതും ഉസ്വത്തുൻ ഹസനത്തുൻ, ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് എല്ലാ കാര്യത്തിലും ഉത്തമ മാതൃക എന്നും പറഞ്ഞ് വന്ന ഒരു ദൂതൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ സ്ഥാനത്ത് കളിമണ്ണായിരിക്കണം, അല്ലെങ്കിൽ ചാണകമായിരിക്കണം. എന്താ ഈ ദൈവം അത്ര വിഡ്ഢിയാണോ? ഇങ്ങനെ ഒരു മനുഷ്യനെ പറഞ്ഞയച്ചിട്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യിച്ചിട്ട് ഇതാണ് ലോകാവസാനം വരെ മനുഷ്യർക്കുള്ള ധാർമ്മിക മാതൃക എന്ന് ഒരു നേരും നെറിയുള്ള വെളിവും വിവേകമുള്ള ഒരു ദൈവം പറയൂ? എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? ദൈവം മനുഷ്യരോട് പറയേണ്ടത് നിങ്ങൾ കൊള്ളയടിച്ചു കൊണ്ടുവരുമെന്നാണോ? യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമെന്നാണോ? മറ്റുള്ളവരെ നാട് കടത്തുമെന്നാണോ? മറ്റുള്ളവരെ കൂട്ടക്കൊല ചെയ്യുമെന്നാണോ? അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ഒരു മതം ഉണ്ടാക്കി തരൂ എന്ന് പറയേണ്ട ഒരു ഗതികേട് സർവശക്തനായ ഒരു ദൈവത്തിനുണ്ടോ? അങ്ങനെ ഒരു മതമുണ്ടാക്കിയത് കൊണ്ട് ഈ ദൈവത്തിന് എന്ത് നേട്ടമാണുള്ളത്? ഇങ്ങനെ ഒരു മതമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ പറഞ്ഞയച്ചിട്ട് ആദ്യം അയാൾ മെസ്സേജുമായി വന്ന പോസ്റ്റ്മാൻ മാത്രമാണെന്ന് നുണ പറയുകയും പിന്നെ അയാളോട് വാളെടുത്തിട്ട് എല്ലാവരെയും ഇതുപോലെ ഈ മതത്തിലേക്ക് ബലാത്കാരമായിട്ട് ഈ മതത്തിൽ കൂട്ടാൻ വേണ്ടി അവരെല്ലാം കൊള്ളയടിക്കുകയും ചെയ്യണമെന്ന് ഈ ദൈവം നിർദ്ദേശിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ ദൈവത്തിൻ്റെ പ്രശ്നം? ഇതൊക്കെ എങ്ങനെയാണ് സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുക? ഇങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ഉത്തമ മാതൃകയായ പ്രവാചകൻ എന്നാണോ വിളിക്കേണ്ടത്, അതോ മറ്റെന്തെങ്കിലും പേരിട്ടിട്ടാണോ വിളിക്കേണ്ടത്? നിങ്ങൾ പറയുന്ന ഒരു വലിയ ന്യായം, ഇത് നിങ്ങൾ നിരന്തരമായി ഞങ്ങൾക്കൊക്കെ എതിരായിട്ട് ഉന്നയിക്കുന്ന ഒരു വാദമാണ്. ഞങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാർ നെഞ്ചിലേറ്റിക്കൊണ്ട് തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ മുത്തുപ്രവാചകനെ ഇതോ നിങ്ങൾ കുറ്റം പറയുന്നു, കള്ളെന്ന് വിളിക്കുന്നു, കൊള്ളക്കാരെന്ന് വിളിക്കുന്നു, പെണ്ണുപിടിയെന്ന് വിളിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾ വായിട്ടലക്കി കരയുന്നത്. ആരാണ് കൂട്ടരെ ഇതൊക്കെ പറയുന്നത്? ആരാണ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്? ഞങ്ങളിതൊക്കെ എഴുതി വെച്ച നിങ്ങളുടെ കിതാബുകളിൽ നിന്ന് വായിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയോ, ഇസ്ലാമിൻ്റെ ചരിത്രം എന്ന് പറയുന്ന സാധനം സമ്പൂർണ്ണമായിട്ടും ഏകപക്ഷീയമായിട്ട് മുസ്ലിങ്ങൾ എഴുതി വെച്ചതാണ്. ഇസ്ലാം ലോകമാകെ വ്യാപിച്ചതിന് ശേഷം, അതൊരു വലിയ സാമ്രാജ്യമായി വികസിച്ചതിന് ശേഷം ഇസ്ലാമിനെ വെള്ളപൂശുന്നതിന് വേണ്ടിയും ഇസ്ലാമിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് വേണ്ടിയും പ്രവാചകനെ വലിയൊരു ഹീറോ ആയിട്ട് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയും ഏകപക്ഷീയമായി എഴുതപ്പെട്ടിട്ടുള്ള രേഖകളല്ലാതെ മറ്റൊന്നും നമ്മുടെ മുമ്പിലില്ല എന്നുള്ളൊരു വസ്തുത കൂടി ഓർത്തിട്ട് വേണം ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കാൻ. ഇവിടെ ബനൂ നദീർ ഗോത്രക്കാരെ എന്ത് ചെയ്തു എന്നറിയാൻ ആ ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും എഴുതി വെച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ എന്തെങ്കിലും ഒരു രേഖ നമുക്ക് ഇസ്ലാമിൻ്റെ പുറത്തു നിന്ന് കിട്ടാനുണ്ടോ? ബനു മുസ്തലഖുകാരെ എന്ത് ചെയ്തു എന്ന് നമ്മൾ കൃത്യമായി അറിയണമെങ്കിൽ ആ മറുപക്ഷത്തു നിന്നുള്ള മുഹമ്മദിൻ്റെ അക്രമത്തിന് ഇരയായ അവരെന്ത് പറഞ്ഞു, അവരുടെ അനുഭവം എന്തായിരുന്നു എന്ന് എഴുതി വെച്ചതിൻ്റെ ഒരു രേഖ ഇസ്ലാമിൻ്റെ പുറത്തുനിന്ന് നമുക്ക് കിട്ടാനുണ്ടോ? ആ മദീനയിലെ അൻസാറുകൾ എങ്ങനെയാണ് ചതിക്കപ്പെട്ടത് എന്നറിയാൻ നമുക്ക് ഇസ്ലാമിന് പുറത്തു നിന്ന് എന്തെങ്കിലും ഒരു രേഖ കിട്ടാനുണ്ടോ?
മക്കയിലെ ഈ മുശ്രിക്കുകൾ എന്ന് അപഹസിക്കപ്പെടുന്ന ആ ജനത മുഹമ്മദിനോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നതിന് ഇസ്ലാമിൽ നിന്ന് കിട്ടുന്ന രേഖകളല്ലാതെ ആ മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു രേഖ നമുക്ക് കിട്ടാനുണ്ടോ? ഇല്ല. ഇസ്ലാമിൻ്റെ ചരിത്രം ഏകപക്ഷീയമായി മുഹമ്മദിനെയും ഇസ്ലാമിനെയും വെള്ളപൂശാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രമാണ്. ആ ചരിത്രത്തിൽ നിന്ന്, ആ ഖുർആനിൽ നിന്ന്, ആ ഹദീസുകളിൽ നിന്ന്, ആ രേഖകളിൽ നിന്ന് വായിച്ചിട്ട് അതിൻ്റെ വരികൾക്കിടയിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ മറുപക്ഷത്ത് നിന്നുള്ള തെളിവുകളും രേഖകളും കൂടെ നമുക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ, അന്ന് നടന്ന സംഭവങ്ങളുടെയൊക്കെ ഓരോ CCTV ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു കഥ? അപ്പോൾ ആരാകുമായിരുന്നു മുഹമ്മദ്? എന്താകുമായിരുന്നു ഇസ്ലാം? ഇവരെഴുതി വെച്ചത് വായിച്ചിട്ട് തന്നെ ഇത്രയും വികൃതമാണെങ്കിൽ മറുപക്ഷത്തു നിന്നുള്ള വിവരങ്ങൾ കൂടി ലഭിച്ചിരുന്നെങ്കിൽ എത്രമാത്രം വികൃതമാകുമായിരുന്നു ഇതിൻ്റെ മുഖം. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് പോലും നിങ്ങൾക്കാർക്കും ഖണ്ഡിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തെളിവുകൾ നിങ്ങളുടെ രേഖകളിൽ നിന്ന് തന്നെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഇവിടെ പ്രവാചകനെ നെഞ്ചിലേറ്റി നടക്കുന്ന കോടിക്കണക്കിന് ആളുകൾ, അതുകൊണ്ട് പ്രവാചകനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ച് ആ പ്രവാചകൻ്റെ ചരിത്രത്തിലും ആ പ്രവാചകൻ്റെ തന്നെ വെളിപാടുകളിലും ആ പ്രവാചകൻ്റെ തന്നെ രേഖകളിലും എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ ആ പ്രവാചകൻ ഇത്രയും മോശക്കാരനായിരുന്നു എന്നാണ് തെളിയിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരാളെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട് എന്നത് തന്നെയാണ് ആ പ്രവാചകനെക്കുറിച്ച് ഇങ്ങനെ വിമർശിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണവും. 1400 കൊല്ലം മുമ്പ് ഏതോ ഒരു മനുഷ്യൻ ജീവിച്ച് മരിച്ചുപോയി, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ജീവിച്ച് മരിച്ചുപോയി, അല്ലെങ്കിൽ കുറേ ഉപദ്രവം ചെയ്ത് ജീവിച്ച് മരിച്ചുപോയി എങ്കിൽ നമ്മളത് ഇന്ന് ചകഞ്ഞെടുത്തിട്ട് അതിനെക്കുറിച്ച് ഇന്ന് വിമർശനം ഉന്നയിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ 1400 കൊല്ലം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ്റെ ജീവിത ദിനചര്യകൾ പോലും ലോകാവസാനം വരെയുള്ള മനുഷ്യർ മുഴുവൻ അനുകരിക്കണം, അതാണ് ഉത്തമ മാതൃക എന്ന സിദ്ധാന്തവുമായിട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ആ സിദ്ധാന്തവുമായിട്ട് ഇവിടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ ഈ ആശയം പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, ഈ മനുഷ്യനെ, ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഉത്തമ മാതൃക എന്നും പറഞ്ഞിട്ട് കോടിക്കണക്കിന് മനുഷ്യർ നെഞ്ചിലും തലയിലും ഏറ്റിക്കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് വിമർശിക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് വിമർശിക്കാനുള്ള കാരണം. കോടിക്കണക്കിന് ആളുകൾ നെഞ്ചിലേറ്റുന്നു എന്നതുകൊണ്ടാണ് വിമർശിക്കുന്നത്. നെഞ്ചിലേറ്റരുത് എന്നാണ് നമ്മൾ പറയുന്നത്. നെഞ്ചിലേറ്റരുത് എന്ന് പറയുമ്പോൾ നെഞ്ചിലേറ്റുന്നത് കൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നെഞ്ചിലേറ്റുന്നത് കൊണ്ടാണ് പറയുന്നത്, നെഞ്ചിലേറ്റരുത് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളെ അല്ല നമ്മൾ മാതൃകയായിട്ട് സ്വീകരിക്കേണ്ടത്. മനുഷ്യൻ്റെ ധാർമ്മിക ജീവിതത്തിന് ഉപകരിക്കുന്ന ഒരു മാതൃകയും മുഹമ്മദിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും ഒരു മനുഷ്യനും എന്ത് ചെയ്തുകൂടാ എന്നതിൻ്റെ മാതൃകയാണ് മുഹമ്മദിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഉടനീളം കാണുന്നത്. മുഹമ്മദ് ഉപജീവന മാർഗമായി സ്വീകരിച്ചത് മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്ന രീതിയാണ്. അങ്ങനെ കൊള്ളയടിച്ച് കുന്നുകൂട്ടിയ മുതൽ കൊണ്ട് കുടുംബം പോറ്റുകയും അങ്ങനെ ഒരു ഉമ്മത്തിനെ പോറ്റുകയും ചെയ്ത മുഹമ്മദ് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ധാർമ്മിക ജീവിതത്തിനുള്ള മാതൃകയാണ് എന്ന് പറഞ്ഞാൽ അതെന്ത് തരം മാതൃകയാണ് എന്ന് ചോദിക്കാനുള്ള അവകാശം മനുഷ്യത്വമുള്ള എല്ലാവർക്കുമുണ്ട്. അത് ചോദിക്കുക തന്നെ ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കണം. ഇതാണ് മാതൃക, ഇതാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർ സ്വീകരിക്കേണ്ട മതം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ മൈക്ക് കെട്ടി മതം പ്രചരിപ്പിക്കാൻ പാടില്ല. ഇവിടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് മതം പ്രചരിപ്പിക്കാൻ പാടില്ല. ഈ മതം പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കാമെങ്കിൽ ഈ മതവും ഈ പ്രവാചകനും ഈ കാലത്ത് മനുഷ്യർക്ക് സ്വീകരിക്കാനോ അനുകരിക്കാനോ പറ്റിയതല്ല എന്ന് ഈ പുസ്തകങ്ങളുടെ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുക്കും. കാരണം അത് നമ്മുടെ സാമൂഹികവും ധാർമ്മികവുമായിട്ടുള്ള ബാധ്യതയാണ്. മുഹമ്മദിനെ കോടിക്കണക്കിന് ആളുകൾ നെഞ്ചിലും തലയിലും ഏറ്റുന്നു എന്നത് തന്നെയാണ് മുഹമ്മദ് ആൾ ശരിയല്ല എന്ന് പറയാനുള്ള കാരണം. ആരും ഏറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആരും ഒന്നും മിണ്ടാനും വരില്ല. ഇത് ഏറ്റിക്കൊണ്ട് നടക്കുകയും ഇത് മറ്റുള്ളവരുടെ പെരടിയിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൽ അപകടം. സ്വന്തം മതവിശ്വാസവുമായിട്ട് പള്ളിയിലും മദ്രസയിലുമായിട്ട് വീട്ടിലായിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങളവിടെ ഒതുക്കുകയായിരുന്നെങ്കിലും നമ്മൾ മിണ്ടാവരില്ലായിരുന്നു. പക്ഷേ മറ്റുള്ളവരുടെ വേക്കിട്ട് കയറാൻ, തെരുവുകൾ തോറും മൈക്ക് കെട്ടി ഇത് പ്രചരിപ്പിക്കാൻ, മറ്റുള്ളവരെ വിളിച്ചു വരുത്തി ഇത് അവരുടെ മതവും അവരുടെ വിശ്വാസങ്ങളും പൊട്ടയാണെന്നും ഇതാണ് മുന്തിയത് എന്നും പറയാൻ, അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ മതപരിവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ബഹുസ്വര സമൂഹത്തിൽ കലാപങ്ങൾ സൃഷ്ടിക്കാൻ, വർഗീയത സൃഷ്ടിക്കാൻ, ധ്രുവീകരണം സൃഷ്ടിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അത്ര മുന്തിയ മുതലൊന്നും അല്ല ഇത്, അങ്ങനെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കാൻ പറ്റിയ സാധനമല്ല ഇത് എന്ന്
തെളിവുകൾ സഹിതം കാര്യകാരണ സഹിതം ഈ സമൂഹത്തോട് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന ധാർമ്മിക ചുമതല മനുഷ്യർ എന്ന നിലക്ക് ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇത്തരം മറുപടികളുമായിട്ടും ഇത്തരം പരിഹാസങ്ങളും ആക്ഷേപങ്ങളുമായിട്ടും വരുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഖുർആൻ ക്ലാസ്സിലാണ് എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ളത്. തുടർന്നുള്ള ക്ലാസ്സുകൾ എടുത്ത് എത്രയും വേഗം തീർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള അലവലാതി വീഡിയോകൾക്കൊന്നും മറുപടി പറഞ്ഞ് സമയം കളയാൻ അധികം മെനക്കെടുകയില്ല എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.